ഇന്നാണ് ദച്ചുവിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. കാശിയും രുദ്രനും കല്യാണിയും അവൾക്കൊപ്പം ഉണ്ട്. അവർ അധികം വൈകാതെ വീട്ടിലേക്ക് വന്നു. രുദ്ര, മോൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഒരാളും കൂടി വേണ്ടേ? മുത്തശ്ശൻ അവനോട് പറഞ്ഞു. ദച്ചു രുദ്രനെ നോക്കി. അവൾക്ക് പോകാൻ എന്തോ താല്പര്യം തോന്നിയില്ല. അതെന്തിനാ? ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അതല്ലല്ലോ രുദ്ര, നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് അവളുടേതായ ആവശ്യങ്ങൾ കാണില്ലേ? നിന്നെക്കൊണ്ട് അതൊക്കെ പറ്റുമോ? കല്യാണിയാകുമ്പോൾ അവളുടെ അമ്മയല്ലേ? മുത്തശ്ശി അവനോട് സംശയത്തോട് ചോദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ നോക്കേണ്ട കടമ എൻ്റെയാണ്. ഇനി എനിക്ക് പറ്റാത്തതാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടല്ലോ, അവൾ ഇവിടെ നിന്നാൽ മതി. രുദ്രൻ പറഞ്ഞതും പിന്നെ ആർക്കും എതിർക്കാൻ തോന്നിയില്ല. രുദ്രൻ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അത് കണ്ട് എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇപ്പം മനസ്സിലായില്ലേ അവൻ അവളോട് സ്നേഹമുണ്ടെന്ന്? മുത്തശ്ശൻ വലിയ ഗമയോടെ പറഞ്ഞു. ഓ, എല്ലാവരും കൂടെയുള്ള പ്ലാനിങ് ആയിരുന്നു അല്ലേ? കാശി സംശയത്തോട് ചോദിച്ചു. അതെ, എന്താ അവൻ്റെ മനസ്സിലെന്ന് അറിയണമല്ലോ. അത് മാത്രമല്ല, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദച്ചുവിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ? രുദ്രൻ എന്താ പറയുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു അവളും. മുത്തശ്ശി അവർക്ക് തോന്നിയ സംശയവും പിള്ളേരോട് പറഞ്ഞു. എനിക്കിപ്പോഴാണ് സമാധാനമായത്. ഇതുവരെ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയോന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതായിരുന്നു ശരിയെന്ന്. മോൾക്ക് സുഖമായിട്ട് വേണം എല്ലാവരെയും അറിയിച്ച് അവരുടെ വിവാഹം നടത്താൻ. ഇനി അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. മുത്തശ്ശൻ പറഞ്ഞതും എല്ലാവരും ആ തീരുമാനത്തോട് യോജിച്ചു. രുദ്രൻ അവളെ ശ്രദ്ധയോടെ തന്നെ കട്ടിലിലേക്ക് ഇരുത്തി. അവളുടെ ഫോൺ എടുത്ത് അവൾക്ക് നേരെ കൊടുത്തു. ബോറടിക്കണ്ട, ഇത് നോക്കിക്കൊണ്ടിരുന്നോ. വൈകിട്ട് വെച്ച് നോട്ട്സ് കൊണ്ടുതരും, ഞാൻ എഴുതിത്തരാം. അടുത്ത മാസം സെം എക്സാം തുടങ്ങുമല്ലേ? രുദ്രൻ പറഞ്ഞതും ദച്ചു സംശയത്തോടെ അവനെ നോക്കി. എന്താ? അവൾ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ലച്ചു കോളേജിൽ പോയി തുടങ്ങിയോ? പോകാൻ ഭയങ്കര മടിയായിരുന്നു, പിന്നെ പേടിയും. പിന്നെ 2 ദിവസം മുൻപ് പോയി തുടങ്ങി. നോട്ട്സ് ഒരാൾക്കെങ്കിലും കിട്ടണ്ടേ? അവൾ ഒറ്റയ്ക്കാണോ പോയത്? അല്ല, ഞാൻ കൊണ്ടാക്കി. വൈകിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. നിനക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ? വേണ്ട. എങ്കിൽ ഞാൻ ഫ്രഷായിട്ട് വരാം. നിനക്ക് ഫ്രഷ് ആകണമെങ്കിൽ പറഞ്ഞാൽ മതി. വേണ്ട. രുദ്രൻ ചോദിച്ചതും അവൾ പേടിച്ചു പറഞ്ഞു. നീ പേടിക്കണ്ട, ഫ്രഷ് ആകണമെങ്കിൽ ഞാൻ അമ്മയെ പറഞ്ഞു വിടാം, അതാ ഉദ്ദേശിച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ദച്ചു ചമ്മിയതുപോലെയായി. അവൻ അവളെ നോക്കിക്കൊണ്ട് ഫ്രഷ് ആകാൻ കയറി. ദച്ചു ഫോണെടുത്ത് ലച്ചുവിനെ വീഡിയോ കോൾ ചെയ്ത് കുറേ നേരം സംസാരിച്ചിരുന്നു. എക്സാം ഡേറ്റ് വന്നതും പിന്നീട് സൂര്യ കോളേജിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ദച്ചുവിനോട് പറഞ്ഞു. അവൾ ദച്ചുവിനോട് സംസാരിച്ചിരുന്നപ്പോഴാണ് രുദ്രൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത്. മുണ്ട് മാത്രം എടുത്തുകൊണ്ട് തല തുവർത്തി വരുന്ന അവനെ കണ്ട് അവൾ നോക്കി നിന്നു. ഞാൻ പിന്നെ വിളിക്കാടി. അതും പറഞ്ഞ് അവൾ ലച്ചുവിൻ്റെ കോള് കട്ട് ചെയ്തു. അവൻ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് തല തുവർത്തി. എത്രയൊക്കെ കണ്ണുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ദച്ചുവിൻ്റെ കണ്ണുകൾ അവനെ തേടി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ ഇതൊന്നും അറിയാതെ അലമാരിയിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് കൈയുടെ സ്ലീവ് മടക്കി അവളെ നോക്കിയതും തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദച്ചുവിനെയാണ് അവൻ കണ്ടത്. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടേതുമായി കോർത്തു. അവൻ യാന്ത്രികമായി തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്തേക്കിരുന്നു. പാതി തുറന്നു കിടക്കുന്ന രോമാവൃതമായ അവൻ്റെ നെഞ്ചിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. അവൾ നോക്കുന്നത് കണ്ട് അവൻ ചിരിച്ചു. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ ചമ്മിയതുപോലെ മുഖം തിരിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ചു അവനെ നേരെയാക്കി. അവളുടെ കണ്ണുകൾ പിടച്ചു. നിറയെ പീലികൾ വിടർന്നു നിൽക്കുന്ന അവളുടെ കണ്ണുകളുടെ പിടപ്പ് അവൻ്റെ നെഞ്ചിൻ്റെ താളം തെറ്റിച്ചു. അവൾ കൈകൾ രണ്ടും ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചു. അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. മുൻപിലേക്ക് വീണ മുടികൾ എടുത്ത് പുറകിലേക്കാക്കി കൊടുത്തുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. വാത്സല്യത്തോടെയുള്ള അവൻ്റെ ആദ്യ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൾ അതും സ്വീകരിച്ചു. 2 കണ്ണുകളിലും ചുംബിച്ചുകൊണ്ട് അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളും അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ അവളെ കരയാൻ അനുവദിച്ചു. അവളുടെ കണ്ണുനീർ കൊണ്ട് അവൻ്റെ ഷർട്ട് നനഞ്ഞിരുന്നു. ദക്ഷി, അവൻ അരുമയായി വിളിച്ചു. അവൻ്റെ നെഞ്ചിൽ നിന്ന് തന്നെ മുഖമുയർത്താതെ അവളൊന്ന് മൂളി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു. എന്തിനാ എന്നെ ഇത്രയും വർഷം അകറ്റി നിർത്തിയത്? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി ചോദിച്ചു. എല്ലാം പറയാം, ഇപ്പോഴല്ല. നിന്നെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വന്തമാക്കുന്ന ദിവസം. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ദേവേട്ടാ, എന്നെ ഇഷ്ടമാണോ? ഒരുപാട് ഒരുപാട് ഇഷ്ടമാടി. ഈ ദേവൻ്റെ മാത്രം ദക്ഷിയാ നീ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളും അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങി. രുദ്രൻ്റെ കരവലയത്തിൽ അവൾ ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി പുതപ്പിച്ചിട്ട് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതിന് ശേഷം താഴേക്കിറങ്ങി. രുദ്ര, മുത്തശ്ശി വിളിച്ചതും
അവൻ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ മുത്തശ്ശി? മോനെ, ഇനി അധിക നാൾ വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ കല്യാണം എല്ലാവരെയും വിളിച്ചറിയിച്ച് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? അവർ ആകാംക്ഷയോട് ചോദിച്ചു. അവൾക്ക് 3 മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞേക്കുമല്ലേ മുത്തശ്ശി? മാത്രമല്ല അടുത്ത മാസം അവളുടെ എക്സാമാണ്. അതിനിടയിൽ അവളെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. രുദ്രൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. മോളുടെ മുറിവൊക്കെ കരിയട്ടെ. മാത്രമല്ല പരീക്ഷയും വരുമല്ലേ. എല്ലാം കൂടി ദച്ചുമോളെ ബുദ്ധിമുട്ടിക്കണ്ട. മുത്തശ്ശനും അവൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞതും എല്ലാവർക്കും അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ദച്ചു എവിടെ മോനെ? ശാരദ ചോദിച്ചു. ഉറങ്ങിയമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോവുക, പെട്ടെന്ന് വരാം. അതും പറഞ്ഞവൻ കാറുമായി ഇറങ്ങി. വൈകിട്ട് കാശിയും രുദ്രനും ഒരുമിച്ചാണ് ഓഫീസിൽ നിന്ന് വന്നത്. ചായ എടുക്കട്ടെ കാശി? തുളസി അവനോട് ചോദിച്ചു. ആ അമ്മേ, ദച്ചു എവിടെ? അവളെന്തേലും കഴിച്ചോ? ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. പിന്നെ ലച്ചു വന്നിട്ടുണ്ട്, അവളുടെ മുറിയിലുണ്ട്. തുളസി പറഞ്ഞതും രുദ്രൻ കാശിയെ നോക്കി ഒന്ന് ആകെ ചിരിച്ചു. കാശി അവനെ നോക്കി വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. രുദ്രൻ മുറിയിൽ ചെന്നപ്പോൾ ദച്ചു ലച്ചുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ലച്ചു കോളേജിൽ എന്തൊക്കെയോ കഥകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആരുടെ കുറ്റവാടി രണ്ടുകൂടി ഇരുന്ന് പറയുന്നത്? രുദ്രൻ ചിരിയോടെ ചോദിച്ചു. കുറ്റമൊന്നുമല്ല രുദ്രേട്ടാ, കോളേജിൽ പുതിയൊരു സാറ് വന്നു. അപ്പോൾ ഇവൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ സാറ് ചോദിച്ചു, അതിൻ്റെ കാര്യം പറഞ്ഞതാ. ലച്ചു ചിരിയോടെ പറഞ്ഞു. അവൻ എന്തിനാ ഇവളുടെ കാര്യം അന്വേഷിക്കുന്നത്? രുദ്രൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. ലച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ രുദ്രൻ എന്തോ മനസ്സിൽ ദേഷ്യം തോന്നി. അവൻ്റെ ദേഷ്യം കണ്ട് ദച്ചുവിന് ചിരി വന്നു. ആ സാർ ചാർജ് എടുത്ത ദിവസമായിരുന്നു ഇവൾക്ക് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ കോളേജിൽ ചെന്നപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. ലച്ചു അവൻ്റെ ദേഷ്യം കണ്ടുകൊണ്ട് പേടിച്ചു പറഞ്ഞു. അവൻ മൂളിക്കൊണ്ട് ഷർട്ടും മുണ്ടും എടുത്ത് ഫ്രഷ് ആകാൻ കയറി. ലച്ചു പിന്നെ അവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. രുദ്രൻ കുളിച്ചിട്ട് ഇറങ്ങി വന്ന് കണ്ണാടിയിൽ നോക്കി മുടി ചീക്കി. ലച്ചു, എന്താ രുദ്രേട്ടാ? എന്താ അവൻ്റെ പേര്? ആരുടെ? ആ സാറിൻ്റെ. വിഷ്ണു. കൊച്ചു പയ്യനാണോ? ആ, ഒരു 26 വയസ്സൊക്കെ കാണുമായിരിക്കും. എന്താ രുദ്രേട്ടാ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് ഇറങ്ങിപ്പോയി. രുദ്രേട്ടൻ്റെ കുശുമ്പ് കുത്തുന്നുണ്ടല്ലോ ദച്ചുട്ടാ. ലച്ചു പറഞ്ഞതും ദച്ചു അവളെ നോക്കി ചിരിച്ചു. രണ്ടുപേരും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും സ്നേഹിച്ചു തുടങ്ങടി. ലച്ചു അവളെ നോക്കി പറഞ്ഞു. വേണം ലച്ചു, ഇത്രയും വർഷം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന എൻ്റെ ദേവേട്ടനോടുള്ള ഇഷ്ടം, പ്രണയം, അതൊക്കെ എനിക്ക് ആവോളം കൊടുക്കണം. ഇന്നത്തെ ആ ദിവസം ആ മനുഷ്യൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാ എന്നോടുള്ള പ്രണയം. എന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അതൊക്കെ ഞാൻ കണ്ടതാ അന്ന്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ലച്ചു, ദേവേട്ടൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ കണ്ണിലെ ദയനീയത, അതാ എന്നെക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചത്. കുറച്ച് ദിവസമെങ്കിലും ആ ദേവൻ്റെ പെണ്ണായിട്ട് ജീവിക്കണമെന്ന് ആ ഒരു നിമിഷം ഞാൻ കൊതിച്ചുപോയി. ദച്ചു അതും പറഞ്ഞ് തീർന്നപ്പോഴേക്കും കരഞ്ഞിരുന്നു. വാതിക്കൽ നിന്നും അത് കേട്ട അവൻ്റെ കണ്ണ് സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. അയ്യേ, എൻ്റെ ദച്ചൂട്ടൻ കരയുവാണോ? ഇങ്ങനെയൊരു സംഭവം കൊണ്ട് എന്തായാലും നിൻ്റെ രുദ്രേട്ടൻ്റെ മനസ്സിലുള്ളത് പുറത്തു വന്നില്ലേ, അതോർത്ത് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ലച്ചുവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഞാൻ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാടി. എനിക്ക് ഇനിയെങ്കിലും ദേവേട്ടൻ്റെ ഭാര്യയായി ജീവിക്കണം. ദച്ചു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടേടി, ദേ ബുക്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സമയം കിട്ടുമ്പോൾ നോട്ട്സ് എഴുതി പഠിക്കണേ. എക്സാം മാറ്റാൻ ചാൻസ് ഇല്ലെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. ശരിയടി, നാളെ ശനിയാഴ്ചയല്ലേ, ക്ലാസ് ഇല്ലല്ലോ. നീ രാവിലെ ഇങ്ങോട്ട് വരാൻ നോക്കണേ. ദേവേട്ടൻ നാളെ ഓഫീസിൽ പോകുമായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് ഞാൻ ബോറടിച്ച് ചാകും. ദച്ചു വിഷമത്തോടെ പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ വരാടി, ലച്ചു പറഞ്ഞുകൊണ്ടിറങ്ങി. ലച്ചു ലച്ചു സ്റ്റെപ്പ് ഇറങ്ങാൻ നേരമാണ് തുളസി താഴെ നിന്നും വിളിച്ചത്. എന്താ ആൻറ്റി? മോളെ, കാശിയുടെ ചായ കുടിക്കുന്ന കപ്പ് അവൻ്റെ മുറിയിലാണെന്ന് തോന്നുന്നു, അതുകൂടി ഒന്ന് എടുത്തിട്ട് വരണേ. തുളസി പറഞ്ഞതും ലച്ചുവിനൊരു നിമിഷം കാശിയുടെ മുറിയിലേക്ക് പോകാൻ പേടി തോന്നി. പക്ഷെ തുളസിയോട് പറ്റില്ലെന്ന് പറയാനും അവൾക്ക് കഴിയില്ലായിരുന്നു. എന്താ മോളെ? ലച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും തുളസി ചോദിച്ചു. ഒന്നുമില്ല ആൻറ്റി, ഞാൻ എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അവൾ കാശിയുടെ മുറിയിലേക്ക് നടന്നു. അവൾ കാശിയുടെ മുറിയുടെ മുൻപിലെത്തി. അത് പാതി തുറന്നിട്ടേക്കുമായിരുന്നു. അവൾ തലയെത്തി മുറിയിലേക്ക് നോക്കി. ലാബിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാശിയാണ് അവൾ കണ്ടത്. പഴയ കാര്യം ഓർത്ത പോലെ അവൾ വാതിലിലൊന്ന് തട്ടി. കയറി വാ, അവൻ അകത്തു നിന്നും പറഞ്ഞതും അവൾ ബാക്കി കഥ കൂടി തുറന്ന് അകത്തേക്ക് കയറി. കപ്പ്, അവൾ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന കപ്പ് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എടുത്തിട്ട് പോയിക്കോ. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് തന്നെ മുഖം തിരിച്ചു. ലച്ചു കപ്പ് കയ്യിലെടുത്തിട്ട് അവനെ തന്നെ നോക്കി. ഒരു നോട്ടം കൊണ്ട് പോലും അവനിപ്പോൾ അവളെ പരിഗണിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പഴയ പോലെയുള്ള കുസൃതി ചിരിയോ നോട്ടോ ഒന്നും അവനിലില്ല ഇപ്പോൾ. താൻ അന്യായി പോയതുപോലെയാണ് കാശിയേട്ടൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. അതോർക്കും തോറും അവളുടെ കണ്ണുകളും നിറഞ്ഞു. എന്താ? കപ്പെടുത്തിട്ടും പോകാതെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു.
അവൾ പോയതും അവൻ ചിരിയോടെ വീണ്ടും ലാപ്പിലേക്ക് കണ്ണു നട്ടിരുന്നു. ലച്ചു പോയതും രുദ്രൻ ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ദക്ഷി, അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു. വേദന കുറവുണ്ടോ? അവൻ അവളുടെ വയറ്റിലൊന്ന് കൈവച്ചുകൊണ്ട് ചോദിച്ചു. കുറവുണ്ട് ദേവേട്ട, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉച്ചക്കലത്തെ മരുന്ന് കഴിച്ചായിരുന്നോ? ലച്ചു എടുത്തു തന്നു. വാ എഴുന്നേൽക്ക്, ചായ കുടിക്ക്. അവൻ പറഞ്ഞതും അവൾ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി അവൾ ചുണ്ടിനോടടുപ്പിച്ചു. സൂര്യ എന്ത് ചെയ്തു? അവൾ ചായ കുടിക്കുന്നതിനിടയിൽ തന്നെ അവനെ നോക്കി ചോദിച്ചു. എന്ത് ചെയ്യാൻ? പോലീസിൽ ഏൽപ്പിച്ചു. പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ മറുപടി പറഞ്ഞു. എന്നിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞത് ദേവേട്ടൻ പരാതിയില്ലെന്ന് പറഞ്ഞെന്നാണല്ലോ. ദച്ചു പുരികം പൊക്കി ചോദിച്ചു. അത് പുതിയ കള്ളം പറയാൻ നിൽക്കണ്ട. അന്നവനെ ആശുപത്രിയിലാക്കിയത് ദേവേട്ടനും കാശിയേട്ടനും ആണെന്ന് അവൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇനി അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ദച്ചു കപടദേഷ്യത്തോട് പറഞ്ഞതും രുദ്രൻ അവളെ നോക്കി ചിരിച്ചു. ഇത്തവണ എന്താ ചെയ്തേ? സെയിം പണി തന്നെ. കൊല്ലാൻ പറ്റില്ലല്ലോ. കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കണം. അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. ദേവേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. എന്താടാ, എന്തു പറ്റി? ചിരിച്ചപ്പോൾ പെട്ടെന്ന് വേദന എടുത്തു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പം വേദനിക്കുന്നുണ്ടോ? അവൻ പതിയെ അവളുടെ വയറ്റിൽ തടവിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. ദേവേട്ടാ, അവൻ ഇനിയും വരുമായിരിക്കുമോ? അവൾ ചെറിയ പേടിയോടെ അവനോട് ചോദിച്ചു. ഇല്ല, അവൻ ഇനി ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല, രുദ്രൻ ഉറപ്പോടെ പറഞ്ഞു. ദേവേട്ടാ, എന്താടി, വേദനിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ? എന്നെ ഈ നെഞ്ചിൽ കിടത്താവോ? അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. വാ. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി ടേബിളിലേക്ക് വെച്ചിട്ട് അവൻ കട്ടിലിൽ കിടന്നുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ വയറ്റിൽ ഒരു കൈ വെച്ചുകൊണ്ട് മറുകൈ അവളുടെ തലയിൽ തലോടി. അവളുടെ കണ്ണുകളും അവൻ്റെ കണ്ണുകളും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവൾ മുറിയിൽ മുട്ടിനിടയിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കരയുകയാണ്. കുറേ നേരം കരഞ്ഞതിനു ശേഷം അവൾ കണ്ണുകളെ വാശിയോടെ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അലമാരിയിൽ എന്തോ തിരഞ്ഞു. പിന്നെ കണ്ടുകിട്ടിയതുപോലെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് വന്നിരുന്നുകൊണ്ട് അത് കൈത്തണ്ടയിലേക്ക് വെച്ചു. കണ്ണനുമായി ഉണ്ടായിരുന്ന പല നിമിഷങ്ങളും അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. ഇല്ല, ഞാനിപ്പോൾ മരിക്കില്ല. എനിക്കറിയണം, എൻ്റെ കണ്ണേട്ടനെ ഇല്ലാതാക്കിയവരാരാണെന്ന് എനിക്കറിയണം. അവൾ ബ്ലേഡ് കൈത്തണ്ടയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ടേബിളിലിരിക്കുന്ന അവളുടെ ഒരു ബുക്ക് എടുത്തു മറിച്ചു. അതിനിടയിൽ മൈപ്പീലിയോടൊപ്പം സൂക്ഷിച്ചു വെച്ചിരുന്ന കണ്ണൻ്റെ ഫോട്ടോ അവൾ കൈകളിലേക്ക് എടുത്തു. ഞാൻ വരും കണ്ണേട്ടൻ്റെ അടുത്ത്. അതിനു മുൻപ് എനിക്ക് കണ്ണേട്ടനെ ഇല്ലാതാക്കിയവരെ എനിക്ക് കണ്ടെത്തണം. കണ്ണേട്ടന് ശിവ ഉടനെ തന്നെ വരും, കേട്ടോ? അവൾ അവൻ്റെ ഫോട്ടോയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. മോളെ, ശിവ, ശിവ, കതക് തുറക്ക്. കതകിൽ തട്ടിയുള്ള അവളുടെ അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ കണ്ണുനീർ തുടച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു. മോളെ വാ, കണ്ണനെ കാണണ്ടേ നിനക്ക്? അവർ ഇടർച്ചയോട് പറഞ്ഞു. വേണ്ട, എനിക്ക് കാണണ്ട. വെള്ള പുതപ്പിച്ച് കിടത്തിയേക്കുമല്ലേ എൻ്റെ കണ്ണേട്ടനെ. അങ്ങനെ എനിക്ക് കാണണ്ട. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, നീ വരുമെന്ന് കണ്ണൻ പ്രതീക്ഷിക്കില്ലേ? അവസാനമായിട്ടെങ്കിലും അവനെ വന്നൊന്ന് കാണും മോളെ. അവന് വേണ്ടിയെങ്കിലും വാ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് കാണണ്ട. എൻ്റെ കണ്ണേട്ടന് എന്നെ അറിയാം. ശിവ എന്താണെന്നും ശിവ വരാത്തത് എന്താണെന്നും അറിയാം. അമ്മ പൊയ്ക്കോ. അവൾ പറഞ്ഞതും അവർ കരഞ്ഞുകൊണ്ട് തിരികെ നടന്നു. അവൾ വാതിലടച്ചു അതിലൂർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. ദച്ചു ഉറക്കത്തിൽ വിയർത്തൊഴുകി. ദേവേട്ടാ, അവൾ ഉറക്കെ നിലവിളിച്ചതും അവൻ ഓടി വന്ന് ലൈറ്റിട്ടു. ദക്ഷി, എന്താ, എന്തു പറ്റി? അവൻ ആവലാതിയോടെ അവളോട് ചോദിച്ചു. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു. എന്താടാ, സ്വപ്നം വല്ലതും കണ്ടോ? അവൻ അവളുടെ കഴുത്തിലും മുഖത്തുമായുള്ള വിയർപ്പ് തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ആ ദേവേട്ടാ, സ്വപ്നം കണ്ടതാ, അവൾ പറഞ്ഞു. സാരമില്ല കേട്ടോ, ഉറങ്ങിക്കോ. അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ എവിടെ പോയതാ? അത് ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാ. സിഗരറ്റ് വലിക്കുമായിരുന്നോ? അവൾ പുരികം പൊക്കി ചോദിച്ചു. അതിനവനൊന്ന് ചിരിച്ചു കാണിച്ചു. എനിക്കതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല. ഇനി സിഗരറ്റ് ഉപയോഗിക്കല്ലേ ദേവേട്ടാ? അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ, എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അല്ലേ ഉള്ളൂ. അവൻ ചിരിയോട് പറഞ്ഞു. എന്നാലും വേണ്ട ദേവേട്ടാ. ഓ ശരി, ഞാൻ നോക്കാട്ടോ. അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഉറങ്ങിക്കോ, ദേവേട്ടനും കിടക്ക്, വാ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ കിടത്തി അവളുടെ അടുത്തേക്ക് കിടന്നു. അവൾ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു. അവനും അവളുടെ അടുത്ത് കിടന്ന് മയങ്ങിപ്പോയിരുന്നു.